നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ. ബെയിലി പാലം പണിയാൻ സൈന്യമെത്തുന്നു. രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കും. വയനാട് പ്രകൃതി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ബെയിലി പാലം നിർമ്മിക്കാനുള്ള ഭാഗങ്ങളും ഉപകരണങ്ങളുമായി സൈന്യം ഉച്ചയോടെ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ ബുധനാഴ്ച രാവിലെ 11:30 സൈന്യമെത്തും. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം 17 ട്രക്കുകളിലായി പാല നിർമ്മാണത്തിന്റെ സാമഗ്രികളുമായി വയനാട്ടിലേക്ക് പുറപ്പെടും. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നദാവത്ത് ആണ് പ്രവർത്തനം ഏകോപിപ്പിക്കുക. സൈന്യമെത്തി പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇറാഖിൽ അമേരിക്കയുടെ വ്യോമാക്രമണം, 4 മരണം. ഇറാഖിൽ അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണം, 4 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. പ്രതിരോധം മുൻനിർത്തിയായിരുന്നു ആക്രമണമെന്നും അമേരിക്കൻ സേനയ്ക്കും സഖ്യസേനകൾക്കും നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ തയ്യാറെടുത്തിരിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്കൻ സേനാവൃത്തങ്ങൾ വിശദീകരിച്ചു. ഇറാഖിലെ ബാബിലോൺ പ്രവിശ്യയിലായിരുന്നു ആക്രമണം. ആക്രമണം നടന്ന വിവരം ഇറാഖിലെ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ടവരും സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് ഗുരുതര പരിക്കുള്ളതിനാൽ മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ടെന്ന് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. സിഖ് പതാകയിൽ നിന്ന് കാവി നിറം നീക്കണമെന്ന നിർദ്ദേശം. സിഖ് ത്രികോണ പതാകയായ നിഷാൻ സാഹിബിൽ നിന്ന് കാവി നിറം നീക്കണമെന്ന നിർദ്ദേശവുമായി ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി. പതാകയ്ക്ക് മഞ്ഞ അല്ലെങ്കിൽ നീല നിറം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. പല ഗുരുദ്വാരകളിലും മഞ്ഞയ്ക്ക് പകരം കാവി നിറത്തിലുള്ള നിഷാൻ സാഹിബ് ഉപയോഗിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കാവി നിറം സനാതന ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സിഖ് മതത്തെ അല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. നിഷാൻ സാഹിബിന്റെ നിറത്തെ ചൊല്ലി നിരവധി ആശയക്കുഴപ്പങ്ങൾ സിഖ് സമൂഹത്തിലുണ്ടെന്നും അമൃത്സർ സുവർണക്ഷേത്ര മാനേജർ ഭഗവന്ത് സിംഗ് ദംഖേര പറഞ്ഞു. വഞ്ചിയൂർ വെടിവയ്പ്. വൈരാഗ്യത്തിന് കാരണം ഭർത്താവുമായുള്ള അടുപ്പം തടഞ്ഞത്. പിസ്റ്റൾ ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയെന്ന് പ്രതി. തിരുവനന്തപുരം വഞ്ചിയൂരിലെ നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ദീപ്തിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി എന്നാണ് പോലീസ് പറയുന്നത്. അടുത്തിടെ ദീപ്തിയും സുജിത്തും തമ്മിലാകുന്നു. സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമാണെന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചതെന്ന് ദീപ്തി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. വയനാട് ഉരുൾപൊട്ടൽ. 123 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ഇനിയും തിരിച്ചറിയാനാവാതെ മൃതദേഹങ്ങൾ. വയനാട്ടിലെ മുണ്ടക്കയിലും ചുരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച 75 പേരെ തിരിച്ചറിഞ്ഞു. 155 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയെങ്കിലും സർക്കാർ ചൊവ്വാഴ്ച രാവിലെ 10 മണിവരെ സ്ഥിരീകരിച്ചത് 123 മരണങ്ങളാണ്. ഇതിൽ മരിച്ചവരിൽ 91 പേരുടെ മൃതദേഹങ്ങൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും 32 മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലുമായിരുന്നു. ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ച 123 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. മലപ്പുറത്തു നിന്നുള്ള മൃതദേഹങ്ങൾ വയനാട്ടിലെത്തിക്കും. നിലവിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 99 പേരാണുള്ളത്. ഇവരിൽ 98 പേർ വയനാടും ഒരാൾ മലപ്പുറം സ്വദേശിയുമാണ്. ആകെ 195 പേരാണ് ആശുപത്രികളിലെത്തിയത്. ഇതിൽ 190 പേർ വയനാടും 5 പേർ മലപ്പുറത്തുമായിരുന്നു. വയനാട്ടിലെത്തിയ 190 പേരിൽ 133 പേർ വിംസ് ആശുപത്രിയിലാണ്. 28 പേർ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും 24 പേർ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും 5 പേർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലും എത്തി. നിലവിൽ 97 പേർ വയനാട് മലപ്പുറം ജില്ലകളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിൽ 92 പേർ വയനാട്ടിലാണ്.